മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. യെസ്, നമ്മുടെ വിവേചനത്തിനെതിരെ എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന ചാപ്റ്ററിൽ മക്കളെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് ഭൂവർ യുദ്ധങ്ങൾ. എന്താണ് ഭൂവർ വാർസ് എന്ന് പറയുന്നത്? ഓക്കെ, എന്തായാലും ചോദ്യം അവിടുന്ന് വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഈ ഒരു ഭൂവർ യുദ്ധം തുടങ്ങാനുണ്ടായ സാഹചര്യം എന്ന് മക്കൾക്കറിയോ? ഒന്നുമില്ല മക്കളെ, നമ്മുടെ ഈ ഒരു ഭൂവർമാരുടെ അണ്ടറിലുണ്ടായ ഭൂവർമാർ റിപ്പബ്ലിക് ആക്കി കുറച്ച് പ്രദേശങ്ങളുണ്ടായിരുന്നു അല്ലേ, അധീന പ്രദേശങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെയാ? ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൾ, ഇതൊക്കെ അല്ലേ. അപ്പോൾ നോക്കിക്കോ, 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും ഭൂവർ റിപ്പബ്ലിക്കിൻ്റെ അധീന പ്രദേശങ്ങളിൽ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും ഒക്കെ എന്താണ് ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു. ഓക്കെ, എന്താണ് എൻഡ് ഓഫ് ദ 19th സെഞ്ചുറി അല്ലേ, 19ാം നൂറ്റാണ്ടിൻ്റെ എൻഡ് ആയപ്പോഴേക്കും എന്താണ് മൈൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് വർ ഡിസ്കവേർഡ് ഇൻ ദ റീജിയൻസ് അണ്ടർ ദ ഭൂവർ റിപ്പബ്ലിക്. ഓക്കെ, അപ്പോൾ ഇവിടങ്ങളിലേക്ക് എന്താണ് വജ്രത്തിൻ്റെയും സ്വർണത്തിൻ്റെയൊക്കെ ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണ വജ്ര ഉൽപാദകരായിട്ട് ആര് മാറിയിടാ? നമ്മുടെ സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്ക മാറിയിട്ടുണ്ടായി. ഓക്കെ, അങ്ങനെ ഈ ഭൂവർ റിപ്പബ്ലിക്കുകൾ എന്താണ്, അതായത് ഭൂവർ റിപ്പബ്ലിക്കുകൾ എന്താണ് ബ്രിട്ടീഷ് കോളനികളോടൊപ്പം ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം ചേർക്കാൻ വേണ്ടി ആര് ശ്രമിച്ചുടാ? നമ്മുടെ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. ഓക്കെ, അങ്ങനെയാണ് എന്ത് ഭൂവർ യുദ്ധം തുടങ്ങിയത്. കാരണം എന്താണ്, ബ്രിട്ടീഷുകാരുടെ ആ ഒരു ബ്രിട്ടീഷ് പ്രദേശങ്ങളിലെ അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഈ ഭൂവർ റിപ്പബ്ലിക്കുകൾ എന്താണ് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു. അതോടുകൂടിയാണ് ഭൂവർ വാർ അല്ലെങ്കിൽ ഭൂവർ യുദ്ധങ്ങൾ തുടങ്ങാൻ ഉണ്ടായ കാരണം. ഓക്കെ, ആദ്യം നമുക്ക് എന്തായിരുന്നു ഫസ്റ്റ് ഭൂവർ യുദ്ധം എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഭൂവർ വാർ തുടങ്ങിയത് 1880 1881 കാലഘട്ടത്തിലാണ് ആദ്യത്തെ ഒന്നാം ഭൂവർ യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. നോക്കിക്കോ, കൂടുതൽ പ്രദേശങ്ങളിലേക്ക് എന്താണ് ബ്രിട്ടീഷ് ഭരണം എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെ, വ്യാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എന്താണ് ബ്രിട്ടൻ എന്താണ് ഭൂവർമാരുടെ എന്താണ് ഭൂവർമാരുടെ അണ്ടറിൽ, അതായത് ഭൂവർ റിപ്പബ്ലിക്കിലെ ഒന്നായിട്ടുള്ള ട്രാൻസ്വാൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഓക്കെ, ഇതായിരുന്നു ഒന്നാം ഭൂവർ യുദ്ധത്തിനുള്ള കാരണം എന്ന് പറയുന്നത് അല്ലേ. അതായത് ബ്രിട്ടീഷ് ഭരണം എല്ലാ പ്രദേശങ്ങളിലേക്കും എന്താണ് വ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെ എന്താണ് ട്രാൻസ്വാൾ ബ്രിട്ടീഷുകാർ എന്താണ് പിടിച്ചെടുത്തു. അങ്ങനെ 1880-81 ഫസ്റ്റ് ഭൂവർ വാർ തുടങ്ങിയത്. അങ്ങനെ ഈ യുദ്ധത്തിൽ എന്താണ് ഭൂവറുകൾ വിജയിച്ചു. ഈ യുദ്ധത്തിൽ ഭൂവറുകൾ വിജയിക്കുകയും ട്രാൻസ്വാൾ എന്താണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് എന്താണ് അവർക്ക് തന്നെ തിരിച്ചു കിട്ടുകയും എന്താണ് അവിടെ ദക്ഷിണാഫ്രിക്കയിൽ എന്താണ് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയും ചെയ്തു. ഓക്കെ, ഒന്നുമില്ല, നിങ്ങൾ പഠിക്കുന്നത് ഫസ്റ്റ് ഭൂവർ വാർ സ്റ്റാർട്ടഡ് 1880 1880-81 ആ ഒരു സമയത്താണ് ഭൂവർ വാർ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ആര് ചെയ്തു? വോൺ ബാറ്റിൽ ആൻഡ് ഫോംഡ് ദ റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക. അവിടെ എന്താണ് സൗത്ത് ആഫ്രിക്കൻ റിപ്പബ്ലിക് ഒക്കെ എന്താണ് ഭൂവർമാരെ രൂപീകരിച്ചു. ട്രാൻസ്വാൾ എന്താണ് ബ്രിട്ടീഷുകാരെ കയ്യിൽ നിന്ന് ആര് പിടിച്ചെടുത്തു? യെസ്, ഭൂവർമാർ പിടിച്ചെടുക്കുകയും അവിടെ എന്താണ് സൗത്ത് ആഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയും ചെയ്തു. ഓക്കെ, ആ ഒരു യുദ്ധത്തിൽ എന്താണ് ഭൂവർമാരാണ് വിജയിച്ചത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഭൂവർ യുദ്ധം ഉണ്ടാവാനുള്ള കാരണം ഈ സ്വർണ്ണഖനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണത്തിന്റെ പേരിലായിരുന്നു എന്ത് രണ്ടാം ഭൂവർ യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഈ ഭൂവർ ഭരണാധികാരി എന്ത് ചെയ്തു? ഖനികൾക്കും നമ്മുടെ ഭൂവർമാർ എന്ത് ചെയ്തു? ഖനികൾക്ക് അവിടുത്തെ എന്താണ് ഭൂവർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടാക്സ് ഓൺ ദ ഗോൾഡൻ മൈൻസ്. ഈ ഗോൾഡ് മൈൻസ്, അതായത് സ്വർണ്ണഖനികളിൽ നിന്നുള്ളതാണ് ആ ഒരു സാധനങ്ങൾക്ക് എന്താണ് നികുതി, ടാക്സ് ഏർപ്പെടുത്തി. ഇതൊന്നും ആർക്ക് പിടിച്ചില്ല? ബ്രിട്ടീഷുകാർക്ക് പിടിച്ചില്ല കേട്ടോ. അങ്ങനെ ഖനികളിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് എന്താണ് ബ്രിട്ടൻ എന്ത് ചെയ്തു? വോട്ടവകാശം ആവശ്യപ്പെട്ടു. നോക്കിയോ, അവർ ഡിമാൻഡ് ചെയ്തു അല്ലെ, എന്തിനു വേണ്ടിയിട്ടാ? റൈറ്റ് ടു വോട്ട് ഫോർ ദെയർ ലാബേഴ്സ് ഇൻ ദ മൈൻസ്. അവിടെ സ്വർണ്ണഖനികളിൽ പണിയെടുക്കുന്ന ബ്രിട്ടീഷ് തൊഴിലാളികൾക്ക് വോട്ടവകാശം വേണം, റൈറ്റ് ടു വോട്ടവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ ഇത് നമ്മുടെ ഭൂവർ റിപ്പബ്ലിക് എന്താണ് നിരസിച്ചു. ഓക്കെ, അങ്ങനെ എന്താണ് റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ ഈ ആവശ്യം നിരസിച്ചതോടുകൂടി എന്താണ് ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വിനാശകരമായിട്ടുള്ള ഒരു വാർ ആയിരുന്നു ഇത് രണ്ടാമത്തെ ഭൂവർ യുദ്ധം എന്ന് പറയുന്നത്. അങ്ങനെയാണ് രണ്ടാമത്തെ ഭൂവർ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കോ, അങ്ങനെ എന്ത് ചെയ്തു? ഈ യുദ്ധത്തിൽ എന്താണ് ബ്രിട്ടീഷ് സൈന്യമാണ് ജയിച്ചത് കേട്ടോ. അങ്ങനെ എന്താണ് യെസ്, ദ ബ്രിട്ടീഷ് ആർമി ഡിഫീറ്റഡ് ദ ഭൂവർ റിപ്പബ്ലിക് ഇൻ ദ ബാറ്റിൽ. ലാസ്റ്റ് എന്തെന്ന് പറയുന്നത് ഭൂവറുകൾ ബ്രിട്ടീഷുകാരുടെ അധികാരത്തെ എന്താണ് അംഗീകരിച്ചു. ബ്രിട്ടീഷുകാരുടെ അധികാരത്തെ എന്താണ് അംഗീകരിക്കുകയായിരുന്നു ചെയ്തത്. ഓക്കെ, വെറേനിഗിങ് കരാറ് പ്രകാരം എന്താണ് ബ്രിട്ടീഷുകാരുടെ സുപ്രീമസി ആര് അംഗീകരിച്ചു? യെസ്, അവരുടെ പരമാധികാരം, അവരുടെ സോവറിറ്റി എന്താണ് ബ്രിട്ടീഷുകാരുടെ സോവറിറ്റി നമ്മുടെ ഭൂവർമാരെ ആക്സെപ്റ്റ് ചെയ്തു. ഇതായിരുന്നു ഭൂവർ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ.